സായിരാം. വീഡിയോ ഒക്കെ ഓഫ് ചെയ്യണം എല്ലാവരും. സായിരാം. ഭഗവാന്റെ പാതാരവിന്ദങ്ങളിൽ സാഷ്ടാംഗം നമസ്കരിച്ചുകൊണ്ട് എല്ലാവർക്കും അന്തർശൗര്യജ്ഞത്തിലെ രാമകഥാ രസവാഹിനി യിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അന്തർശൗര്യജ്ഞത്തിന്റെ 306 ഭാഗമാണ് ഇന്ന് നമ്മൾ എടുക്കുന്നത്. ഇന്ന് നമുക്ക് ഹോസ്റ്റ് ചെയ്യുന്നത് ശ്രീമതി സംഗീത. പിന്നെ നമുക്ക് വേണ്ടി വായിക്കുകയും ഭജന പാടുകയും ചെയ്തത് ശിവജ്യോതിയാണ്. ശിവജ്യോതി ഓങ്കാരം 3 തവണയും 3 പ്രാവശ്യം ഭഗവാന്റെ സായീശ്വര ഗായത്രിയും പറഞ്ഞുകൊണ്ട് വായിച്ചു തുടങ്ങിക്കോളൂ കേട്ടോ. സായിരാം. സായിരാം. साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ॐ साईश्वराय विद्महे सत्यदेवाय धीमहि तन्नः सर्वः प्रचोदयात्। ഭഗവാൻ ശ്രീ സത്യസായി ബാബ രാമകഥാ രസവാഹിനി. കൂജന്തം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരോഹ്യ കവിതാശാഖാ വന്ദേ വാൽമീകി കോകിലം വന്ദേ വാൽമീകി കോകിലം. യത്ര യത്ര രഘുനാഥ കീർത്തനം തത്ര തത്ര കൃതമസ്തകാഞ്ജലി ബാഷ്പവാരി പരിപൂർണലോചനം മാരുതി നമത രാക്ഷസാന്തകം. അധ്യായം 16. അയോധ്യയിൽ മ്ലാനത. ഓം ശ്രീ സായിരാം. ഹരേ രാമ സായി രാമ. ധർമ്മ അധർമ്മ യുദ്ധം, അസുര യുദ്ധം, ലോകധർമ്മം നിലനിർത്തുക എന്നതാണ് ത്രേതായുഗത്തിൽ അവതാരം പൂണ്ട ഭഗവാൻ ശ്രീരാമന്റെ ലക്ഷ്യം. സ്നേഹത്തിന്റെയും പ്രേമത്തിന്റെയും സാഹോദര്യത്തിന്റെയും മകുട ഉദാഹരണമാണ് ശ്രീരാമ ജീവിതം. മനുഷ്യൻ ഉള്ളിടത്തോളം കാലം മനുഷ്യൻ പാലിക്കേണ്ട ജീവിത ദൗത്യങ്ങളും മര്യാദാ പാലനവും അച്ചടക്കവും മാതാപിതാ ഗുരുദേവ സമർപ്പണവും തന്റെ ജീവിത ചിട്ടകളിലൂടെ ലോകത്തിനു മുമ്പിൽ ജീവിച്ചു കാണിച്ചു കൊടുത്ത് കടന്നുപോയ മര്യാദാരാമനാണ് ശ്രീരാമചന്ദ്ര ഭഗവാൻ. ശ്രീരാമനാമം നൂറ്റാണ്ടുകൾ വാഴുന്നു. വിസ്മയമായി തന്നെ ഇന്നും രാമനാമം നിലനിൽക്കുന്നു. അസുര ബാണങ്ങളാൽ മുറിവേൽപ്പിക്കപ്പെട്ട ദശരഥ മഹാരാജന്റെ ശുശ്രൂഷയിൽ വ്യാപൃതയായി ത്യാഗവും സമർപ്പണവും സംരക്ഷണവും നൽകി ആരോഗ്യം സംരക്ഷിച്ച കൈകേയിയോട് നിനക്ക് എന്ത് വരം വേണ്ടു എന്ന് ദശരഥൻ ചോദിക്കുന്നുണ്ട്. താങ്കളുടെ രോഗമുക്തിയാണ് തന്റെ പ്രഥമ കർത്തവ്യമെന്നും ആവശ്യകാലത്ത് താങ്കൾ തരണമെന്ന് പറഞ്ഞ വരവാഗ്ദാനം പാലിച്ചാൽ മതി എന്നും കൈകേയി ആവശ്യപ്പെടുന്നുമുണ്ട്. കാലങ്ങൾ കഴിഞ്ഞു. അവശനും വൃദ്ധനുമായ ദശരഥ മഹാരാജൻ ശ്രീരാമചന്ദ്രന് അയോധ്യയുടെ ചക്രവർത്തിയായി രാജ്യഭരണം ഏൽപ്പിക്കാനുള്ള തിരക്കിലായി. ഇത് കേട്ടറിഞ്ഞ കൈകേയിയുടെ ദാസിയായ മന്ദര കൈകേയിപുത്രൻ ഭരതനെ രാജ്യഭരണം ഏൽപ്പിക്കാനും കൗസല്യാപുത്രനായ രാമനെ വനവാസത്തിന് അയക്കാനും പ്രലോഭിപ്പിച്ച് കൈകേയിയെ വശപ്പെടുത്തി. മന്ദിരയിൽ വശംവദയായ കൈകേയി രാമന്റെ പട്ടാഭിഷേകത്തിനുള്ള ഒരുക്കത്തിനിടയിൽ ദശരഥ മഹാരാജാവ് തനക്ക് മുമ്പ് തരാമെന്ന് പറഞ്ഞ് അനുഗ്രഹിച്ച വരദ്വയം പ്രാവർത്തികമാക്കണമെന്ന് ദശരഥ മഹാരാജനോട് അഭ്യർത്ഥിച്ചു. ഭരതന് ചക്രവർത്തിയായി അയോധ്യാപുരിയുടെ അധിപനായി വാഴിക്കാനും രാമനെ വനവാസത്തിന് പറഞ്ഞയക്കാനും കൈകേയി ആവശ്യപ്പെട്ടു. ഇക്ഷ്വാകു വംശത്തിന്റെ
അഭിജാത്യത്തിലും ശബദവീര്യത്തിലും മായം ചേർക്കാത്ത ദശരഥ മഹാരാജാവിന് വാഗ്ദാനത്തിൽ നിന്ന് പിറകോട്ട് പോകാനായില്ല. ഏറെ ദുഃഖിതനാണെങ്കിലും അമ്മയ്ക്ക് കൊടുത്ത വരദാനവും ഇംഗിതവും കൽപ്പനയും രാമനെ അറിയിച്ചു. അഭിമാനിയായ രാമൻ സന്തോഷത്തോടെ പിതാവിന്റെ ആവശ്യം അംഗീകരിച്ചു. തന്നെ പിന്തുടരുന്ന സഹോദരൻ ലക്ഷ്മണനെയും ഭാര്യ സീതയെയും കൂട്ടി രാമൻ കാട്ടിലേക്ക് പുറപ്പെട്ടു. താപസം വേഷം പൂണ്ട് കാനനയാത്രയ്ക്ക് പുറപ്പെട്ട രാമനെയും സീതയെയും ലക്ഷ്മണനെയും കണ്ട് അയോധ്യാവാസികൾ പൊട്ടിക്കരഞ്ഞു. കുലഗുരുവായ വസിഷ്ഠനെ നമസ്കരിച്ച് സാധുക്കൾക്ക് ധനകനകാദി ധാന്യങ്ങൾ, വസ്ത്രങ്ങൾ എന്നിവ ദാനം ചെയ്യാൻ ഏർപ്പാട് ചെയ്തു. പിതാവായ ദശരഥ മഹാരാജന്റെയും കൈകേയിയുടെയും ആഗ്രഹ സഫലീകരണത്തിന് ഞാനിതാ വനവാസത്തിന് പോകുന്നു. പിതാവിനോട് ആർക്കും അഹിതം തോന്നരുത്. കണ്ണീർ തൂകി നിൽക്കുന്ന മന്ത്രി സുമന്ത്രനോട് അവശനായ അച്ഛന്റെ ശുശ്രൂഷയിൽ മുഴുകാൻ പറഞ്ഞു. രാമനില്ലാത്ത അയോധ്യ ആകമാനം മ്ലാനതയിലായി. ഉണ്ണാതുറങ്ങാതെ രാമനാമം മാത്രം ഭജിച്ച് അയോധ്യാവാസികൾ രാപ്പകലുകൾ തള്ളി നീക്കി. തന്റെ ജന്മശാപം തന്നെ വേട്ടയാടിക്കൊണ്ടിരിക്കുന്നു എന്ന് ദശരഥന് മനസ്സിലായി തുടങ്ങി. കൗസല്യയെ വിളിച്ച് ആ രഹസ്യം എന്തെന്ന് ദശരഥൻ മൊഴിഞ്ഞു. വൃദ്ധ ദമ്പതികളുടെ ദാഹശമനം തീർക്കാൻ താപസനായ മകൻ ശ്രവണകുമാരൻ അരുവിയിലെത്തി. ഇത്തിരി വെള്ളം കോരുമ്പോൾ അത് ആനയാണെന്ന് തെറ്റിദ്ധരിച്ച് ദശരഥൻ അമ്പെയ്തു. അവിടെ പിടഞ്ഞു മരിച്ച മകന്റെ ദൈന്യരൂപം തൊട്ടറിഞ്ഞ വൃദ്ധ ദമ്പതികൾ ദശരഥനെ ശപിച്ചു. ഹേ മഹാരാജൻ, അങ്ങ് പുത്രദുഃഖത്താൽ മരിക്കും. രാമനെ പിരിഞ്ഞ തീവ്രവേദനയിലും ഉരുകിയ മനസ്സോടെയും ദീർഘശ്വാസം വലിച്ച് സൂര്യവംശത്തിലെ ആദിത്യൻ പുത്രവിയോഗത്താൽ അസ്തോർമുഖനായി. രാമ രാമ വിലപിച്ച് ദശരഥൻ മരിച്ചു വീണു. രാമനെ വിട്ടുനിൽക്കേണ്ടി വന്ന അയോധ്യാവാസികൾ സങ്കടങ്ങൾക്കുമേൽ ദശരഥ വിയോഗവും അവർക്ക് വേദനയുടെ തീക്കനൽ കൂമ്പാരമായി. പിതാവിന്റെ മരണവിവരം അറിയിക്കാനും രാജ്യഭരണം ഏറ്റെടുത്ത് നടത്താനുമായി ചതുരംഗ പടയോടെ മാതാക്കൾ, വസിഷ്ഠർ, ജനപ്രമുഖർ എന്നിവരുമായി ഭരതൻ വനത്തിലേക്ക് പോയി. ചിത്രകൂടാചലത്തിൽ എത്തി രാമനെ കണ്ട് ഭരതൻ കാൽക്കൽ വീണാചാരം ചെയ്തു. പിതാവിന്റെ മരണവിവരം അറിയിച്ചു. പിതാവിന്റെ വിയോഗം അറിഞ്ഞ് രാമനും ലക്ഷ്മണനും സീതയും അതീവ ദുഃഖിതരായി. പിതാവ് മാതാവിന് കൊടുത്ത രാജ്യം എന്നിൽ നിന്ന് അങ്ങയെ ഏൽപ്പിക്കുന്നു. ഇത് സ്വീകരിക്കുക. വനവാസം മതിയാക്കി അയോധ്യാപുരി ഭരിക്കുക. സഹോദരന്റെ ദയാസങ്കടം സ്നേഹപൂർവ്വം നിരസിച്ച് വനവാസം 14 വർഷം പൂർത്തീകരിക്കാതെ തിരിച്ചൊരു യാത്രയില്ലെന്ന് രാമൻ വ്യക്തമാക്കി. പിതാവിന്റെ ശ്രാന്ത കർമ്മങ്ങളെല്ലാം വനത്തിൽ പൂർത്തിയാക്കി. ഭരതൻ കൊണ്ടുവന്ന രാമകനകപാതുകം ആശ്ലേഷിച്ച് അനുഗ്രഹിച്ച് ഭരതനെ രാജഭരണം നടത്താൻ പറഞ്ഞയക്കുകയാണ് രാമൻ ചെയ്തത്. രാമനെ കൂടാതെയുള്ള ഭരതന്റെ തിരിച്ചുവരവിൽ അയോധ്യാപുരി കൂടുതൽ സങ്കടക്കടലായി. എങ്ങും മ്ലാനത തന്നെ. കാറ്റുപോലും വിലപിക്കുന്നത് പോലെ. വിളക്കു തെളിയാത്ത വീടുകളും ആരാധനാലയങ്ങളും വേദനയിൽ മുഴുകി. ജീവജാലങ്ങളെല്ലാം പുറത്തിറങ്ങാതെ അവരവരുടെ അഭയ കേന്ദ്രങ്ങളിൽ ഒതുങ്ങി. എങ്ങും പ്രാർത്ഥനാ നിർഭരം. പാലും തേനും ഒഴുകി നടന്ന അയോധ്യാപുരങ്ങളെല്ലാം വറ്റി വരളാൻ തുടങ്ങി. എവിടെ നമ്മുടെ രാമൻ? അന്വേഷിച്ചിറങ്ങിയ ജനലക്ഷങ്ങളുടെ കണ്ണുകളും കാതുകളും നിർജ്ജലങ്ങളായി. രാമ രാമ നിലവിളിയിൽ ചക്രവാളം പോലും നിശ്ചലമായ പോലെ. രാമനില്ലാത്ത അയോധ്യ തികച്ചും ദുരിതവും ദുഃഖവും പേറി രാമനാമത്തിൽ മുഴുകി കാലയാപനം ചെയ്തു. ഓം ശ്രീ സായിറാം. സായിറാം, ശിവജ്യോതി നന്നായിട്ട് പറഞ്ഞു കേട്ടോ. വെരി നൈസ്ലി ഡൺ. അപ്പൊ ഭഗവാന്റെ വെച്ചോളൂ. സർവേ గుణహితై. ఇంకా వీరి యందు ఉండేటువంటి గుణములు ఎలాంటివి? What sort of virtues? సముదితా గుణై. ఒక పవిత్రమైనటువంటి ఒక గుణములు, Sacred virtues they have. లోకములో ఏ దానిని మనం పవిత్రమని భావిస్తున్నామో అట్టి సముదితా గుణై, ఆ గుణములకు అతీతమైనటువంటి గుణములు సాధిస్తూ వచ్చారు.
All the sacred qualities that we know, they have some beyond them. చెడ్డ చూపును చూడటము మంచిది కాదు. It's not proper to have bad looks. కనుక అట్టి మంచి చూపును చూచేటువంటి విద్యను నేర్చుకున్నారు. They have acquired that education that made them to have good looks. చెడ్డ మాటలు మాట్లాడటము ఇష్టం కాదు. It's not proper to talk in a bad way. ఇది మహా పాపమునకు ధూపముగా ఉంటుంటాది. It just encourages the sin. కనుకనే మృదు మధురమైనటువంటి మాటలు మాట్లాడేటువంటి విద్యను నేర్చుకున్నారు. They have learned that education that made them speak అట్టి softly and గుణములు sweetly. సముదితా గుణములు నేర్చుకున్నాడు. They had such sacred qualities. నిత్య సత్య నిర్మల నిశ్చల నిస్వార్థమైనటువంటి గుణములు నేర్చుకున్నారు. They acquired all the virtues that are eternal and full of truth and unsullied. ఇవన్నీ కూడాను 10వ సంవత్సరం లోపలనే జరిగినటువంటివి. All this had happened before they attained age 10. ఈ 10 సంవత్సరం జరిగిన తర్వాత After 10 years, ఇంకా అస్త్రశస్త్ర విద్యలు, archery. అంతే కాకుండా గజ తురగ సవారులు, They also learned how to ride over the horse and an elephant. దీనిపైన రథసారథులుగా కూడాను వీరు ప్రవీణులయ్యారు. They also became experts in being charioteers. గుర్రము నెక్కితే ఈ యొక్క బిడ్డలు ఎటుపోతుండారు అనేటువంటిది స్వరూపాన్ని కూడా చూచేటువంటి యొక్క వీలు కానంత స్పీడ్తో పోతుంటారు. They go so fast as to know in which direction the horse is going. ఈ గజతురగముల యొక్క సవారులు యందు రామలక్ష్మణ భరత శత్రుఘ్నులకు వారికి వారే సాటి కానీ మరొకరు కారు. In horse riding, no one can ever equal these four brothers. ఇంకా అస్త్రశస్త్ర విద్య యందు మొట్టమొదట కైకనే శ్రీరామచంద్రునికి ప్రారంభించింది. Kaika was the first teacher who taught archery to Sri Rama. కైక ఈ విద్యలో చాలా ప్రవీణురాలు. Kaika is an expert in this education. ఈ అస్త్రశస్త్ర విద్యల యందు తాను ఆరుతేరినటువంటిది. She is an expert in all this field of archery. అమ్మును పట్టి విడిచేటువంటిది మొట్టమొదట కైక రాములకు నేర్పిస్తూ వచ్చింది. Kaika taught to Ramachandra first instance how రాములంటే to shoot an కైక arrow. ప్రాణము. And Kaika considers Rama as her అంత life. ప్రీతితో రాములను పోషిస్తూ వచ్చింది. She had such love for him. శివజ్యోతి భజన పాడికోడు. సాయిరా. ప్రేమ ముదిద మనసి కహు రామ 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 శ్రీరామ రామ రామ పాప గడే దుఃఖ మిడే లేగే రామ నామ భవ సముద్ర సుఖద నామ ఏక రామ నామ परम शांति सुख निदान दिव्य राम नाम निराधार को आधार एक राम नाम परम गोप्य परम दिव्य मंत्र राम नाम शांत हृदय सदा बसद एक राम नाम मान पिता बंधु सगा सब ही राम नाम भक्त जनर जीवन धन एक राम नाम राम 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 श्री राम 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 श्री राम 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 श्री राम 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 श्री राम राम राम. വെരി നൈസ് ശിവജ്യോതി, യു ആർ എ ഗുഡ് സിംഗർ. താങ്ക് യു സോ മച്ച്. നല്ല ഭജന നന്നായിട്ട് പാടി. അപ്പൊ നമുക്ക് അയോധ്യയിലെ മ്ലാനത ഒന്ന് നോക്കാം അല്ലെ. രാമന്റെ ആജ്ഞ അനുസരിച്ച് മടങ്ങി വന്ന ഗുഹൻ ദുഃഖിതനായ സുമന്ത്ര ഗംഗാതീരത്തിരിക്കുന്നത് തന്നെ കാണുന്നു.
വിധി വൈപരീത്യം ഉണ്ടാകുമ്പോൾ അത് സഹിക്കുവാൻ പഠിക്കേണ്ടതെന്ന് ഗുഹൻ സുമന്ത്രരെ പറഞ്ഞ് മനസ്സിലാക്കുന്നു. അയോധ്യയിലേക്ക് മടങ്ങി രാജാവിനോടും കൗസല്യോടും മറ്റും രാമന്റെ വിവരങ്ങൾ അറിയിക്കണം എന്ന കർത്തവ്യം ചെയ്യുവാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നു. എല്ലാവരെയും ഒരുപോലെ ബാധിച്ച ദുർവിധി അതിനെ പഴിച്ചുകൊണ്ട് സുമന്ത്രർ മടങ്ങുന്നു. തമസാ നദിയുടെ തീരത്ത് കാത്തിരുന്ന ശേഷമാണ് സുമന്ത്രർ ആളൊഴിഞ്ഞ നഗരവീഥിയിൽ പ്രവേശിക്കുന്നത്. മനുഷ്യർക്കെന്ന പോലെ തന്നെ അയോധ്യയിലെ മൃഗങ്ങൾക്കും രാമന്റെ വേർപാട് ദുസ്സഹമായിരുന്നു എന്ന് കുതിരകളുടെ ദീനമായ ഹേഷാരവം തെളിയിപ്പിക്കുന്നു. ഇത് കേട്ട അയോധ്യാവാസികൾ കൂട്ടത്തോടെ രഥത്തെ സമീപിക്കുന്നു. സുമന്ത്രരുടെ കുനിഞ്ഞ ശിരസും ദയനീയ ഭാവവും കണ്ടപ്പോൾ രാമൻ മടങ്ങി വന്നിട്ടില്ല എന്ന ഹൃദയഭേദകമായ സത്യം അവർ മനസ്സിലാക്കുന്നു. രാജ്ഞിയുടെ കൊട്ടാരത്തിൽ നിന്നും വന്ന ഒരു പരിചാരിക കൗസല്യയുടെ കൊട്ടാരത്തിലേക്ക് ചെല്ലുവാൻ സുമന്ത്രരോട് പറയുന്നു. രാജ്ഞിയുടെ കൽപ്പന അനുസരിച്ച് സുമന്ത്രർ ജയ ജയ ശബ്ദം ഉച്ചരിക്കുന്നു. പക്ഷേ ഭക്ഷണവും ഉറക്കുമില്ലാതെ മലിനവസ്ത്രത്തോടെ താഴെ കിടക്കുന്ന ദശരഥൻ ദുഃഖം ഉടലെടുത്ത ഒരു മൂർത്തിയെ പോലെ കാണപ്പെട്ടു. ദശരഥന്റെയും സുമന്ത്രരുടെയും ദുഃഖം കണ്ട കൗസല്യയും പരിചാരികമാരും വല്ലാതെ വിലപിക്കുന്നു. ദുഃഖം കൊണ്ട് മോഹിതനും ഉന്മത്തനുമായ ഒരാളെ പോലെയാണ് ദശരഥ രാജാവ് പെരുമാറുന്നത്. ഈ സ്ഥിതി കണ്ട സുമന്ത്രർ തന്റെ ദുഃഖം നിയന്ത്രിച്ചുകൊണ്ട് രാജാവിനെ അദ്ദേഹത്തിന്റെ സുബോധത്തിലേക്ക് കൊണ്ടുവരുവാൻ ശ്രമിക്കുന്നു. ഉത്തമനായ ഒരു മന്ത്രിയുടെ കർത്തവ്യമാണത്. ദശരഥന്റെ കുലമഹിമയും ജ്ഞാനവും വീര്യവും അദ്ദേഹത്തെ ഓർമ്മിപ്പിക്കുന്നു. രാവും പകലും സുഖവും ദുഃഖവും കൂടിച്ചേരലും വിരഹവും എല്ലാം ജീവിതത്തിലെ അനിവാര്യ സംഭവങ്ങളാണ്. ഈ ദ്വൈതങ്ങളെ ഒഴിവാക്കുവാൻ ആർക്കും സാധിക്കുകയില്ല എന്ന ലോകതത്വം നമ്മെ ഉദ്ബോധിപ്പിക്കുകയാണ് ഇവിടെ ചെയ്യുന്നത്. അവരുടെ യാത്രയുടെ വിശദമായ വർണ്ണന സുമന്ത്രർ കേൾപ്പിക്കുന്നു. നിഷാദ രാജാവായ ഗുഹൻ അവരെ തോണിയിൽ ഗംഗയുടെ മറുകരയിൽ എത്തിച്ചതും തോണിയിൽ കയറുന്നതിന് മുമ്പ് രാമനും ലക്ഷ്മണനും സീതയും പിതാവിനോടും മാതാക്കളോടും നമസ്കാരവും അവരുടെ അനുഗ്രഹത്തിനുള്ള പ്രാർത്ഥനയും അറിയിച്ചുവെന്നും സുമന്ത്രർ രാജാവിനെ അറിയിക്കുന്നു. രാമന്റെ പ്രത്യേക സന്ദേശം നമ്മെ ഉദ്ബോധിപ്പിക്കുന്നത് എന്താണ്? അനിവാര്യമായ വിധിയെ സമചിത്തതയോടെ സ്വീകരിക്കണമെന്നും യാതൊരു പകയോ വിദ്വേഷമോ കൂടാതെ എല്ലാവർക്കും നല്ലത് വരുവാൻ നാം കാക്ഷിക്കണമെന്നുമുള്ള പ്രാർത്ഥനയാണ് രാമൻ നമ്മെ പഠിപ്പിക്കുന്നത്. കുലഗുരുവിനെ തന്റെ ഭക്തിയും അച്ഛനെ തന്റെ സ്നേഹവും അറിയിക്കുക. കഴിഞ്ഞുപോയ സംഭവങ്ങളിൽ ആരും ദുഃഖിക്കരുത്. മന്ത്രിമാരോടും അയോധ്യയിലെ പ്രജകളോടും ഭരതനെ ഭരണത്തിൽ സഹായിക്കുവാൻ പറയണം. ഭരതനോട് ചിന്ത, വാക്ക്, പ്രവൃത്തികളിൽ പരിശുദ്ധിയും നീതിയും പാലിച്ച് സാമ്രാജ്യം നന്നായി ഭരിക്കുവാൻ പറയുക. രാമന്റെ ഉദാത്തമായ സ്വഭാവ മഹിമ, കരുതൽ, സ്നേഹം, ആദരവ് തുടങ്ങിയ ഗുണങ്ങളൊക്കെ നമുക്കുള്ള സന്ദേശമാണ്. ജീവിതത്തിൽ ഇതുപോലെ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ എല്ലാവർക്കും നേരിടേണ്ടി വരും. അറിഞ്ഞോ അറിയാതെയോ നാം പറയുന്ന വാക്കുകൾ, ചിന്തകൾ, പ്രവൃത്തികൾ എന്നിവയുടെ ഫലം നാം അനുഭവിക്കേണ്ടി വരും എന്നൊരു സന്ദേശവും ദശരഥന്റെ അനുഭവം നമ്മെ പഠിപ്പിക്കുന്നു. ശബ്ദഭേദി എന്ന അമ്പയച്ച് അറിയാതെയാണെങ്കിലും ആ ശ്രവണകുമാരനെ വധിച്ചപ്പോൾ ആ കുമാരന്റെ പിതാവിന്റെ ശാപം ദശരഥന് ലഭിക്കുന്നു. തങ്ങളെ പോലെ തന്നെ അപ്രതീക്ഷിതമായി ഉണ്ടാകുന്ന പുത്രശോകത്താൽ ദശരഥൻ മരിക്കാൻ ഇടവരും എന്നായിരുന്നു ശാപം. ആ കാലത്ത് ഒരു പുത്രനില്ലായിരുന്ന ദശരഥൻ ഈ ശാപത്താൽ ഒരു പുത്രൻ തനിക്ക് ലഭിക്കുമെന്നോ എന്ന് സന്തോഷിച്ചു. പക്ഷേ ഇപ്പോൾ ആ ശാപം സത്യമായി അശനിപാതം പോലെ അദ്ദേഹത്തിൽ പതിച്ചു. രാമ രാമ എന്ന് വിലപിച്ചുകൊണ്ട് ദശരഥൻ കൗസല്യയോട് ദേഹത്ത് ചാരിയിരുന്ന് തന്റെ പ്രാണൻ വെടിഞ്ഞു. മടങ്ങിയെത്തിയ ഭരതൻ അയോധ്യയുടെ പരിതാപകരമായ അവസ്ഥ കണ്ട് അമ്പരക്കുന്നു. അച്ഛന്റെ മരണത്തിൽ തീവ്രമായി ദുഃഖിക്കുന്നു. തന്റെ അമ്മയുടെ ക്രൂരമായ പെരുമാറ്റത്തിൽ നിരാശനാകുന്നു. തന്നെ കാരണം ഈ ദുസ്ഥിതി ഉണ്ടായല്ലോ എന്ന് വിലപിക്കുന്നു. ഭരതനും ശത്രുഘ്നനും രാമന്റെ വനവാസ വൃത്താന്തം കേട്ട് ചുട്ടു നീറുന്നു. എത്ര നിസ്വാർത്ഥമായ സഹോദര സ്നേഹമാണ് നാം കാണുന്നത്. കൗസല്യാദേവിയോട് ഭരതൻ മാപ്പപേക്ഷിക്കുന്നു. വസിഷ്ഠന്റെ ഉപദേശം മാനിച്ച് അച്ഛന്റെ ശേഷക്രിയകൾ ഭക്തിയോടെ ചെയ്യുന്നു.
രാമൻ തന്റെ തീരുമാനത്തിൽ നിന്നും അണുവിട പോലും പിന്മാറില്ല എന്നറിഞ്ഞിട്ടും ഭരതൻ സപരിവാരം വനത്തിലേക്ക് പോകുവാൻ തീരുമാനിക്കുന്നു. കൈകേയിയോട് അസാമാന്യമായ വെറുപ്പാണ് ഭരതൻ പ്രകടമാക്കുന്നത്. അമ്മയാണെങ്കിൽ പോലും നീതിരഹിതമായി പെരുമാറിയാൽ മക്കൾ വെറുക്കും എന്ന സന്ദേശം നമുക്ക് ലഭിക്കുന്നു. ദുഷ്ടമായ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കിയാൽ അത് താൽക്കാലികമായ സുഖമേ നൽകുകയുള്ളൂ. അവനവന്റെ അധപ്പതനത്തിനും മറ്റുള്ളവരുടെ തീരാത്ത ദുഃഖത്തിനും അത് കാരണമാകും എന്ന സന്ദേശമാണ് ഈ അധ്യായത്തിൽ നിന്ന് നമുക്ക് ലഭിക്കുന്നത്. അതായത് സ്വഭാവമാറ്റം ഉണ്ടാകുമ്പോൾ, ദുഷ്ടതയിലേക്ക് അധപ്പതനം ഉണ്ടാകുമ്പോൾ എത്രയധികം തീവ്രമായ ദുഃഖം അത് ഉളവാക്കുന്നു എന്ന് നാം മനസ്സിലാക്കുന്നു. ഭരതന്റെ പ്രതികരണത്തിലെ നിസ്വാർത്ഥതയും നിഷ്കളങ്കതയും പ്രശംസനീയമാണ്. ഈ ഈ ഈ അധ്യായത്തിൽ നിന്നും ഭരതന്റെ ശ്രേഷ്ഠമായ സ്വഭാവമാണ് നമുക്ക് സന്ദേശമായിട്ട് ലഭിക്കുന്നത്. ജയ സായിരാം. ഭഗവാൻ എത്ര നമുക്ക് ഒരിക്കലും കേട്ടിട്ടും കണ്ടിട്ടും ഇല്ലാത്ത എത്ര കാര്യങ്ങളാണ് ഭഗവാൻ നമുക്ക് പറഞ്ഞു തരുന്നത് അല്ലേ. ഇന്ന് തന്നെ എനിക്ക് അറിഞ്ഞുകൂടായിരുന്നു ശ്രീരാമനെ ആരാണ് അസ്ത്രശസ്ത്രാദ്യം പഠിപ്പിച്ചത്? കൈകാന്ന് ഭഗവാൻ പറഞ്ഞ കൈകേയിയുടെ പേരാണ്. കൈകേയി പിന്നെ യുദ്ധസാമർഥ്യം വളരെയധികം ഉള്ള ഒരു സ്ത്രീ ആയിരുന്നു. അതുകൊണ്ട് ഭഗവാൻ ഇപ്പൊ പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. കൈകേയിയാണ് ശ്രീരാമചന്ദ്രനെ അസ്ത്രശസ്ത്രം ആദ്യമായിട്ട് പഠിപ്പിച്ചത് അത്രേ. അപ്പൊ നമുക്ക് നമ്മുടെ ക്വിസിലേക്ക് കയറാം. ഒരു ദുർവിധിയെ എങ്ങനെ നേരിടാമെന്നാണ് ഗുഹൻ സുമന്ത്രരെ ഉപദേശിക്കുന്നത്? എവിടെ പോയി നമ്മള് സത്യഭാമ, ശ്യാമളൊക്കെ? ബാക്കിയുള്ളവര് മിണ്ടുന്നില്ല, അതാണ് അവരുടെ പേര് പറയാത്തത്. എങ്ങനെയാണ് നേർവിടാൻ പറഞ്ഞത്? ദുർവിധി കേൾക്കാമോ എല്ലാവർക്കും? തന്നെ അതെ. സുമന്തർ മടങ്ങിയെത്തിയപ്പോ പൗരജനങ്ങളുടെ സ്ഥിതി എന്തായിരുന്നു? വളരെ പരിതാപകരമായ അവസ്ഥയായിരുന്നു. അതെ, നിരാശരും ദുഃഖിതരും. സുമന്തർ രാജാവിനെ കാണാൻ എവിടേക്കാണ് പോയത്? കൗസല്യാദേവിയുടെ അതെ. ദശരഥന്റെ പരിതാപകരമായ അവസ്ഥ കണ്ട് സുമന്തർ എന്താണ് പറഞ്ഞത്? വംശത്തിന്റെ അതായത് വിഡ്ഢികൾ മാത്രമാണ് സുഖത്തിൽ ആനന്ദിക്കുകയും ദുഃഖത്തിൽ ഹതാശരാവുകയും ചെയ്യുന്നത്. ബുദ്ധിമാന്മാരത് ജ്ഞാനികളായ മനുഷ്യ ദശരഥനെ പോലെയുള്ളവർ സമചിത്തത പാലിക്കണം. രാത്രി പോയാൽ പകൽ വരുമെന്ന പോലെ സുഖദുഃഖങ്ങൾ മാറി മാറി വരുമ്പോൾ ജ്ഞാനികൾ കുലുങ്ങുകയില്ല. വിവേകിയായ രാജാവ് ഈ വിരഹ ദുഃഖം സമചിത്തതയോടെ നേരിടണമെന്ന് ഉപദേശിച്ചു. രാമനും സീതയും എന്ത് സന്ദേശമാണ് സുമന്തർ വശം കൊടുത്തയച്ചത്? അവരെ കുറിച്ച് ദുഃഖിക്കാതെ കഴിയണമെന്നും അവരുടെ നമസ്കാരങ്ങൾ സ്വീകരിക്കണമെന്നും. അതെ. പിന്നെ ഭരതൻ ഭരണകാര്യങ്ങൾ നീതിയോടെ ചെയ്യണമെന്ന് ഭരതനെ അറിയിക്കുന്നു സന്ദേശം. ഓക്കെ. പിന്നെ ദശരഥൻ അയച്ച അമ്പിന്റെ പേരെന്തായിരുന്നു? ശബ്ദഭേദി. അതിന്റെ അർത്ഥം എന്താ? ശബ്ദം കേൾക്കുന്ന ഭാഗത്തോട്ട് അമ്പ് ചെയ്യണം എന്നുള്ളത്. അതെ, അതിനെ ലക്ഷ്യത്തിൽ കൊള്ളിക്കാൻ പറ്റും. ശബ്ദം കേട്ട് ശബ്ദം ലക്ഷ്യമാക്കിയിട്ടാണ് അയക്കുന്നത്. എന്ത് നല്ല കഴിവല്ലേ. ദശരഥന്റെ അമ്പേറ്റത് ആർക്കാണ്? ശ്രവണകുമാരൻ എന്ന യുവാവിന്. ശ്രവണന്റെ മാതാപിതാക്കൾ എന്തു ചെയ്തു? ശ്രവണന്റെ പിതാവ് ദശരഥനെ എന്ത് പറഞ്ഞാണ് ശപിച്ചത്? അവരെന്ത് ചെയ്തു? പുത്രന്റെ ചിതയിൽ ആത്മാഹൂതി ചെയ്തു. അവര് ആത്മഹത്യ ചെയ്തു. പുത്രന്റെ ചിതയിൽ ചാടി മരിച്ചു. ചക്രവർത്തി അവസാന ശ്വാസം എടുത്തത് എങ്ങനെയാണ്? കൗസല്യയുടെ ചാടിയിരുന്നു. അതെ.
രാമ 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 എന്ന് 3 പ്രാവശ്യം വിളിച്ചുകൊണ്ട് കൗസല്യയുടെ ദേഹത്ത് ചാരിയിരുന്ന് അദ്ദേഹം അന്ത്യശ്വാസം എടുത്തു. ദശരഥന്റെ ജഡം സൂക്ഷിക്കാൻ എന്ത് ചെയ്തു? എണ്ണത്തോണിയിൽ സൂക്ഷിച്ചു. അതെ, നമുക്കിന്ന് മൊബൈൽ മോർച്ചറി ഒക്കെയാണ് അല്ലേ. അന്നേ തന്നെ അന്ന് എത്ര നല്ല കേമമായിട്ട് ഡെഡ് ബോഡി വളരെ ഫ്രഷ് ആയിട്ട് സൂക്ഷിച്ചിരുന്നു. അയോധ്യയിലെ അത്യാഹിതങ്ങൾക്ക് സൂചന ലഭിച്ചത് എങ്ങനെയാണ്? തോരണങ്ങളൊന്നും ഇല്ലാതെ ഭരതന് അവിടെ വെച്ച് തന്നെ മനസ്സിലായി എന്തോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ദുസ്സൂചന നമ്മൾക്കും ചിലപ്പോ അങ്ങനെ ഉണ്ടാവാറില്ലേ, എന്തോ നടക്കാൻ പോണു എന്ന്. അങ്ങനെ ഭരതന് എങ്ങനെയാണ് ഉണ്ടായത്? നായ്ക്കൾ ഓരിയിടുന്നത് വരുന്ന വഴി. തോരണങ്ങളും 14 ദിവസത്തോളം തുടർച്ചയായിട്ട് ദുസ്വപ്നം കണ്ടു. അപ്പൊ 14 എന്തോ അശുഭ വാർത്ത തന്നെ സ്വീകരിക്കാനിരിക്കുന്നുണ്ടെന്ന് ഭരതന് മനസ്സിലായി. ദിവസവും ദുസ്വപ്നങ്ങൾ കാണുക. അയോധ്യയിൽ നിന്ന് വന്ന ദൂതന്മാർ ഭരതനോട് എന്ത് പറഞ്ഞു? മന്ത്രി അല്ല, ഗുരുദേവൻ പെട്ടെന്ന് വരണമെന്ന് അറിയിച്ചിരിക്കുന്നു. വെരി കറക്റ്റ്, വെരി നൈസ്. സന്ദേശവാഹകർ പാലിക്കേണ്ടത് ആചാര നടപടി എന്തായിരുന്നു? കൂടുതൽ സംസാരിക്കാൻ പാടില്ല. വെരി ഗുഡ്. ഏൽപ്പിച്ച സന്ദേശം ഒരു വാക്കിൽ പറയല്ലാതെ കൂടുതൽ ഒന്നും പറയാൻ പാടില്ല. ഭരതനും ശത്രുഘ്നും അയോധ്യയുടെ കവാടത്തിൽ എന്താണ് കണ്ടത്? അതായത് നമ്മള് തോരണങ്ങളൊക്കെ ചാർത്തിരുന്ന ഉണങ്ങിയ തോരണങ്ങളും അവഗണനയും ദുഃഖത്തിന്റെയും ലക്ഷണങ്ങളും കണ്ടു. നമ്മൾ ഒരു വീട്ടിൽ കയറിയാൽ നമുക്കറിയാം അവിടെ ദുഃഖമാണോ സന്തോഷമാണോ എന്നല്ലേ. അപ്പോ അതാണ് അയോധ്യയിലെ ലക്ഷണങ്ങളായിരുന്നത്. അയോധ്യ നഗരിയുടെ സ്ഥിതി എന്തായിരുന്നു? ശോകാകുലമായിരുന്നു. അതിനെങ്ങനെ അറിയാം ശോകാകുലമായിരുന്നു എന്ന്? എല്ലാവരുടെയും മുഖത്തുള്ള മ്ലാനത. നമുക്ക് വല്ലാതെ ദുഃഖമുള്ളപ്പോഴേ നമ്മൾ സാധാരണമായ ജോലികൾ ഏർപ്പെടാറുണ്ടോ? വീട് വൃത്തിയാക്കലോ തൂത്തുറക്കലോ ഒക്കെ ചെയ്യാറുണ്ടോ? ഇല്ല അല്ലെ. അതുപോലെ മലിനമായ വീഥികൾ, അടച്ചിട്ട വാതിലുകൾ, പൂട്ടിയ കടകമ്പോളങ്ങൾ, കണ്ണീരൊലിപ്പിക്കുന്ന ആനകളും കുതിരകളും, ആളൊഴിഞ്ഞ വീഥികൾ, ഭരതനെ കണ്ട് കണ്ണീർ തൂകുന്ന ചില ആളുകൾ, മ്ലാനവും നിർജീവവുമായിരുന്നു അയോധ്യ നഗരം. കൈകേയിയുടെ കൊട്ടാരത്തിൽ പ്രവേശിച്ച ഭരതനെ കൈകേയി എങ്ങനെയാണ് സ്വീകരിച്ചത്? മാതുലന് സുഖമല്ലേ എന്ന് ചോദിച്ചിട്ട് വെരി നൈസ്. വേറെ ഒന്നും പറയാതെ മാതുലന് സുഖം തന്നെയാണോ, വീട്ടിലെല്ലാവർക്കും സുഖമാണെന്ന് വളരെ സന്തോഷവതിയായിട്ടാണ് ഭരതനെ സ്വീകരിക്കുന്നത്. നോക്കൂ, ഭർത്താവ് മരിച്ചു കിടക്കാണ് അവിടെ കേട്ടോ. ദശരഥന്റെ മരണവാർത്ത കൈകേയി എങ്ങനെയാണ് അറിയിച്ചത്? രാമനെ രാമൻ അടുത്തില്ലാത്തതിന്റെ ദുഃഖത്തിലും മരിച്ചു. അങ്ങനെ പറയുന്നില്ലല്ലോ. രാമ രാമ ലക്ഷ്മണ സീത എന്ന് വിളിച്ചുകൊണ്ട് നിന്റെ പ്രിയപ്പെട്ട പിതാവ് സ്വർഗം പ്രാപിച്ചു എന്ന് അങ്ങനെയാണ് പറഞ്ഞത്. രാമനും സീതയും ലക്ഷ്മണനും എവിടെയെന്ന് ഭരതൻ ചോദിച്ചപ്പോൾ കൈകേയി എന്തു പറഞ്ഞു? വനവാസത്തിന് എങ്ങനെ പോയി? അച്ഛൻ ആജ്ഞാപിച്ചത് 14 വർഷത്തേക്ക് കാട്ടിലേക്ക് പോയി. ഭരതന്റെ നിരാശയും കഠിന ദുഃഖവും കണ്ട് ആശ്വസിപ്പിക്കാൻ കൈകേയി എന്തു പറഞ്ഞു? നിനക്കെല്ലാം എന്തിനാ, രാജ്യഭാരം മുഴുവൻ നിനക്കുണ്ടല്ലോ, നിനക്ക് വേണ്ടി ഞാൻ എല്ലാം ചെയ്തിട്ടുണ്ട്. യശസ്വിയായ ചക്രവർത്തി എന്തായാലും സ്വർഗം പൂകി. ഇനി ഭരതൻ അദ്ദേഹത്തെ പോലെ ആദർശമായിട്ട് ഭരണം നടത്തണം എന്ന് പറഞ്ഞു. കൈകേയിയുടെ ഗൂഢതന്ത്രത്തെ പറ്റി, അതിന്റെ പരിണത ഫലത്തെ പറ്റിയും ഭരതനോട് പറഞ്ഞത് ആരാണ്? കറക്റ്റ്. അഭിഷേക വിഘ്നം, കൈകേയിയുടെ വരങ്ങളെ കുറിച്ചൊക്കെ അദ്ദേഹം അതിന്റെ പ്രത്യാഘാതമൊക്കെ കുലഗുരുവാണ് പറഞ്ഞു കൊടുക്കുന്നത്. വേറെ ആരും പറയാൻ ധൈര്യപ്പെടുന്നില്ല. ഭരതന്റെ അത്രയാണെന്ന് തോന്നുന്നു. നോക്കട്ടെ. പിന്നെ ദശരഥന്റെ ശേഷക്രിയ ആരെവിടെ വെച്ച് ചെയ്തു?
രാമൻ, ഭരതൻ ശ്രീരാമൻ. ഭരതനും കുലകുമന്ത്രൻ. ആ അതെ, തടയുന്നത് തിരുത്തിച്ച് ഭരതൻ ചെയ്തു. ഇക്ഷാകവശത്തിന്റെ ശ്രേഷ്ഠത എന്തായിരുന്നു? ദിവ്യഹംസം പോലെ കളങ്കലേശമില്ലാതെ ഉം. പവിത്രവും അതായത് പുണ്യവുമായ സത്യനിഷ്ഠ സത്യവാക്ക് പാലിക്കാനായിട്ട് ഏത് ത്യാഗത്തിനും തയ്യാറാകും. അത് തന്നെയാണ് ശ്രീരാമൻ ചെയ്തത്, അത് തന്നെയാണ് ദശരഥനും ചെയ്തത്. സത്യം തെറ്റെന്നുള്ള ഒറ്റൊരു കാര്യം കൊണ്ട് അദ്ദേഹം മകൻ പോയാൽ പ്രാണൻ പോകുന്ന അറിയാം, എന്നിട്ട് പോലും ആ സത്യത്തിൽ നിന്ന് മാറുന്നില്ല, കൊടുത്ത സത്യം തിരിച്ചെടുക്കുന്നില്ല. വസിഷ്ഠനും മന്ത്രിമാരും ഭരതനോട് എന്തു പറഞ്ഞു? അനിവാര്യമായ സമയമാണ്, രാജഭരണം ഏൽക്കണം അതെ അതെ, എന്ന് അതായത് ഭരണാധികാരി ഇല്ലാത്ത ഒരു രാജ്യം അധപ്പതത്തിലേക്ക് പോകും. ആ സ്ഥിതി നല്ലതല്ലാത്തതുകൊണ്ട് അച്ഛന്റെ ആജ്ഞ അനുസരിച്ച് രാജ്യം ഭരിക്കുക. കൗസല്യ ഭരതനെ എന്താണ് ഉപദേശിച്ചത്? രാമൻ വനാന്തരങ്ങളിലാണ്, അച്ഛൻ ജീവൻ അതെ, ത്യജിച്ചു, ആ സമയത്ത് രാജപാലനം ചെയ്യണം എന്ന് കറക്റ്റ്. പറഞ്ഞു. ധീരനായിട്ട് തീരുമാനമെടുക്കണം, ജനങ്ങളുടെ അപേക്ഷയും മന്ത്രിമാരുടെ ആദേശങ്ങളും അനുസരിക്കണം. ഭരതൻ കൈകയോട് എന്താണ് പറഞ്ഞത്? മന്ത്രിയുടെ വാക്ക് കേട്ടിട്ട് ഉം. ദുഷ്ട ചിന്ത മനസ്സിൽ കൊണ്ട് നടന്നിട്ട് ഇത്രയൊക്കെ സംഭവിച്ച പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. അതെ, മാത്രമല്ല ഇത്ര നീചബുദ്ധിയും കുടിലയും സ്വാർത്ഥമതിയുമായിട്ട് കൈകയുടെ പുത്രനായി ജനിച്ചത് താൻ ലജ്ജിക്കുന്നുവെന്ന്, ഇങ്ങനെ ഒരു അമ്മയുടെ മകനായി ജനിച്ചല്ലോ എന്ന് താൻ ലജ്ജിക്കുന്നു. തന്റെ ഗൂഢാലോചനയുടെ വിപരീത ഫലത്തെപ്പറ്റി കൈകേയി എന്ത് പാഠമാണ് പഠിച്ചത്? താൽക്കാലിക സുഖം മാത്രമേ ഉണ്ടാവുള്ളൂ എന്നുള്ള പാഠം. അതെ അതെ അതെ, ദുഷ്ടമായ പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുമ്പോൾ നടപ്പിലാക്കിയാലും അത് താൽക്കാലിക സുഖം മാത്രമേ നൽകുകയുള്ളൂ, അത് അധപ്പതനത്തിന് വഴിവഹിക്കും ഉള്ള പാഠമാണ് നൽകുന്നത്. ഇവരെ വന്നപ്പോ ശത്രുഘ്നന്റെ പ്രതികരണം എന്തായിരുന്നു? ശത്രുഘ്നൻ മന്ദരെടുത്ത് കറക്റ്റ്. ശത്രുഘ്നൻ മന്ധരയെ കൊല്ലാനായിട്ട് വാളെടുക്കും. അപ്പൊ ഭരതൻ പറഞ്ഞു, ജ്യേഷ്ഠന്റെ അനുവാദമില്ലാതെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല. ഭരതന്റെ സ്വഭാവ മഹിമ നോക്കോളൂ. ജ്യേഷ്ഠന്റെ അത് തന്നെയാണ് ഭരതനും ആഗ്രഹിച്ചതെങ്കിൽ പോലും ജ്യേഷ്ഠന്റെ ശ്രീരാമന്റെ അനുവാദമില്ലാതെ നമ്മൾ ഒന്നും ചെയ്യാൻ പാടില്ല എന്ന. വെരി നൈസ്, എത്ര നന്നായിട്ട് വായിച്ചിരിക്കണം. പിന്നെ എല്ലാവരും വായിച്ചിട്ടുണ്ടാവും, വായടച്ചു മിണ്ടാതിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ ശ്യാമളയ്ക്കും സത്യഭാമയ്ക്കും കൺഗ്രാജുലേഷൻസ് കേട്ടോ, നന്നായിട്ട് ഉത്തരം പറഞ്ഞു. സൈറാം. ശിവജ്യോതി സമസ്ത ലോക 3 പ്രാവശ്യം പറഞ്ഞ് ശാന്തി പറഞ്ഞു. സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു, സമസ്ത ലോക സുഖിനോ ഭവന്തു. ശാന്തി ശാന്തി ശാന്തി.